സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് തിരുവനന്തപുരത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലുള്ള ഒരു കായിക താരത്തെ ചേർത്ത് പിടിക്കുന്ന ഇടുക്കി CPIM ജില്ലാ കമ്മിറ്റി ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. വിവിധ കായിക താരങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള പല ഓഫറുകളും പ്രഖ്യാപനങ്ങളുമൊക്കെ കഴിഞ്ഞുപോയ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധ നേടിയത് പ്രിയപ്പെട്ടതാകുന്നതാണ് ഇടുക്കിയിലെ ദേവപ്രിയയ്ക്ക് ഇടുക്കി CPIM ജില്ലാ കമ്മിറ്റി വീട് വെച്ച് നൽകുമെന്ന അന്ന് CV വർഗീസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ CPIM സെക്രട്ടറിയായ CV വർഗീസ് പ്രഖ്യാപിച്ചത്. ഇന്ന് ഏതായാലും അതിൻ്റെ ആ വീടിൻ്റെ തറക്കല്ലിടൽ അവിടെ നടക്കാൻ പോവുകയാണ്. ജോസിൽ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ആ സന്തോഷ വാർത്തയുടെ വിശദാംശങ്ങളുമായി ജോസിൽ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വാർത്ത കൂടിയാണത്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രയാസപ്പെട്ട് പല പരിതസ്ഥിതിയിൽ നിന്ന് വരുന്ന കുട്ടികളാണ് കായികമേളയ്ക്കായാലും നമ്മുടെ സ്കൂൾ കലോത്സവങ്ങൾക്കായാലും മത്സരിക്കാൻ എത്തുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായോ വീടില്ലാത്തതിൻ്റെയോ ഒക്കെ പേരിൽ കലയോട് കായിക മത്സരങ്ങളോട് അതിൽ പങ്കെടുക്കാതിരിക്കുന്ന കുട്ടികളുടെ വിഷമം അത് കണ്ടറിയുക, ആ വിഷമത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. CPIM അത്തരത്തിലൊരു ദൗത്യമാണ് അവിടെ ഏറ്റെടുക്കാൻ പോകുന്നത്. ഇന്ന് അതിൻ്റെ ഒരു തുടക്കമാണ്. ആ സന്തോഷങ്ങൾക്ക് തിരികൊളുത്താൻ പോകുന്നു, അല്ലെങ്കിൽ തറക്കല്ലിടാൻ പോകുന്നതിൻ്റെ ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് ഇന്ന് അവിടെ നടക്കാൻ പോകുന്നത്. വിനിഷ, തീർച്ചയായിട്ടും ഇടുക്കി എന്ന് പറയുന്നത് ഒരുപാട് കായിക താരങ്ങളെ സംഭാവന ചെയ്ത ഒരു നാടാണ് എന്ന് നമുക്കറിയാം. ഒരുപാട് കായിക താരങ്ങൾ അവരുടെ ഒളിമ്പിക്സിലടക്കം മാറ്റുരച്ച ഒരു നാടാണ് ഇടുക്കി എന്ന് പറയുന്നത്. ഇടുക്കിയിൽ നിന്ന് ഒരു മിടുക്കി കൂടി ഇടുക്കിയുടെ ഭൂപടത്തെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചു കഴിഞ്ഞ സ്കൂൾ ഒളിമ്പിക്സിൽ. സബ് ജൂനിയർ 100 മീറ്റർ പെൺകുട്ടികളുടെ മത്സരത്തിൽ മീറ്റ് റെക്കോർഡോടുകൂടിയാണ് ദേവപ്രിയ ഷൈബു സ്വർണ്ണ മെഡൽ നേടിയത്. 38 വർഷം പഴക്കമുള്ള മീറ്റ് റെക്കോർഡാണ് ദേവപ്രിയ ഷൈബു തിരുത്തിയത്. 38 വർഷം മുമ്പ് കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിലെ ബിന്ദു മാത്യു എന്ന് പറയുന്ന കായിക താരം സ്ഥാപിച്ച 12.7 സെക്കൻഡിൻ്റെ റെക്കോർഡാണ് 12.69 സെക്കൻഡിൽ ഈ ദേവപ്രിയ ഷൈബു തിരുത്തിയത്. ആ ഒരു ഘട്ടത്തിൽ ഈ മാധ്യമങ്ങൾ അവരെ വളഞ്ഞപ്പോൾ ദേവപ്രിയ പറഞ്ഞത്, ഞാൻ എൻ്റെ കായിക അധ്യാപകനെ, എൻ്റെ സാറിന് ഇത് സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ കായിക അധ്യാപകനെ മാധ്യമങ്ങൾ തിരഞ്ഞു. അപ്പോൾ കായിക അധ്യാപകൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു. മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ തന്നെ ടിബിൻ ജോസഫ് എന്ന് പറയുന്ന കായിക അധ്യാപകൻ പൊട്ടിക്കരയുകയാണ് ചെയ്തത്. അതിന് കാരണം പറഞ്ഞത്, ഈ അവാർഡുകളെല്ലാം കൊണ്ടുപോയി വെക്കാൻ, ഈ നേട്ടങ്ങളെല്ലാം കൊണ്ടുപോയി വെക്കാൻ ഇവൾക്കൊരു വീടില്ല, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് പറഞ്ഞാണ് ടിബിൻ ജോസഫ് പൊട്ടിക്കരഞ്ഞത്. വലിയ വാർത്തയായിരുന്നു. ആ സമയത്തു തന്നെ CPIMൻ്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ദേവപ്രിയ ഷൈബുവിന് വീട് വെച്ച് നൽകും എന്നുള്ള വാഗ്ദാനം നൽകിയിരുന്നു. അത് മാത്രമല്ല, അത് ഇപ്പോൾ സ്വർണം കിട്ടിയപ്പോൾ അല്ല CPM ഈ തീരുമാനമെടുത്തത്. ദേവപ്രിയയ്ക്ക് ഇതിനു മുമ്പ് കഴിഞ്ഞ മീറ്റിലും സ്വർണം നേടിയിരുന്നു. ആ ഒരു ഘട്ടത്തിൽ തന്നെ ഈ ദേവപ്രിയയ്ക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി CPIMൻ്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. പക്ഷേ അവർ ഈ കുടുംബമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നതാണ്. അതായത് ദേവപ്രിയയുടെ പിതാവ് ഷൈബുവിൻ്റെ പിതാവിൻ്റെ പേരിലാണ് അവരുടെ സ്ഥലമുള്ളത്. അത് പല മക്കൾക്കായി അവകാശമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അതിലൊരു ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പരിഹരിക്കും. ഒപ്പം തന്നെ ഈ ദേവപ്രിയയുടെ പരിശീലനവുമായി ബന്ധപ്പെട്ട് ധാരാളം ചെലവുണ്ടായിരുന്നു. അതിനൊക്കെ ഈ പറയുന്ന അവിടുത്തെ പൊതുപ്രവർത്തകരും എല്ലാം ചേർന്നാണ് അതിനുവേണ്ടിയുള്ള സഹായങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ഈ വീട് പണി അല്പം നീണ്ടുപോയി എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. ഏതായാലും CPM അതിനകത്ത് കൃത്യമായിട്ട് ഈ സാറിൻ്റെ, പ്രത്യേകിച്ച് ടിബിൻ സാറ് എല്ലാ കാലഘട്ടത്തിലും അവിടുത്തെ പൊതുജനാധിപത്യ പ്രസ്ഥാനത്തോടൊക്കെ ചേർന്ന് നിൽക്കുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ സങ്കടം, ഒപ്പം തന്നെ ഈ ദേവപ്രിയയുടെ പിതാവാണെങ്കിലും ഇടതുപക്ഷ പൊതുജനാധിപത്യ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നയാളാണ്. അങ്ങനെ ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കേണ്ടത് ഇടുക്കിയിലെ CPMൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് വീട് വെച്ച് നൽകും, അതും മനോഹരമായ ഗംഭീരമായ വീട് നിർമ്മിച്ച് നൽകും എന്നുള്ളതാണ് CV വർഗീസ് വ്യക്തമാക്കിയത്. അതനുസരിച്ചുള്ള പ്രവർത്തനമാണ്. ആ ദിവസങ്ങൾ തന്നെ അവിടെയുള്ള നിലവിലുണ്ടായിരുന്ന വീട് പൊളിച്ചു മാറ്റി അവിടെ എർത്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇന്ന് അവിടെ തറക്കല്ലിടൽ നടക്കുകയാണ്. അതുമാത്രമല്ല, ദേവപ്രിയയ്ക്കൊപ്പം പോയ ടീം അംഗങ്ങൾക്കും ടിബിൻ ജോസഫ് എന്ന കായിക അധ്യാപകനും വലിയ സ്വീകരണമൊരുക്കാൻ വേണ്ടി അവിടുത്തെ കാൽവരി മൗണ്ടിലെ സ്കൂളും അതുപോലെ തന്നെ കാമാക്ഷി പഞ്ചായത്തും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ പൗരസ്വീകരണമാണ്. ഇന്ന് 10 മണിക്ക് കാൽവരി മൗണ്ടിൽ ഈ ടീം അംഗങ്ങൾ വന്നിറങ്ങുമ്പോൾ തന്നെ പ്രൗഢഗംഭീരമായ സ്വീകരണം ഒരുക്കുന്നതിന് വേണ്ടി കാൽവരി മൗണ്ട് പൗരാവലി എല്ലാവിധ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്.
ഒപ്പം തന്നെ ആദ്യം 10 മണിക്ക് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ കാൽവരി മൗണ്ട് പൗരാവലിയുടെ നേതൃത്വത്തിലുള്ള സ്വീകരണമാണ്. അത് കഴിഞ്ഞിട്ട് 11:30 ഈ ദേവപ്രിയയുടെ കൂട്ടക്കലിലുള്ള ഈ വീട്, നേരത്തെ ഇരുന്ന വീട്, ആ പരിസരം അവിടെ തന്നെ ഈ ശിലാസ്ഥാപനം നടക്കും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഓൺലൈനിലൂടെ ഈ ശിലാസ്ഥാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം അവിടെ ശിലാസ്ഥാപന ചടങ്ങ് നടക്കും. അതിനുശേഷം 12 മണിയോടുകൂടി കാമാക്ഷി പഞ്ചായത്തിന് നേതൃത്വത്തിൽ വലിയ പൗരസ്വീകരണം ഈ ടിബിൻ ജോസഫ് എന്ന് പറയുന്ന കായികാധ്യാപകനും ദേവപ്രിയ ഷൈബുവിനും അതോടൊപ്പം തന്നെ സഹോദരി ദേവനന്ദയ്ക്കും അതുപോലെ തന്നെ മറ്റ് കാൽവരി മൗണ്ട് സ്കൂളിൽ നിന്ന് മത്സരത്തിനിറങ്ങിയ കുട്ടികൾക്കുമെല്ലാം വലിയ സ്വീകരണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പരിപാടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വിനീഷ, അതുമാത്രമല്ല, മറ്റൊരു വാഗ്ദാനം കൂടി ഞാൻ ഈ ഫ്ലോറിൽ വെച്ച് തന്നെ പ്രേക്ഷകർക്ക് നൽകുകയാണ്. കാരണം ജോസിൽ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന പാർട്ടിയാണ്, നമുക്ക് വിശ്വസിക്കാം. എന്തായാലും അടുത്ത ഗുഡ് മോർണിംഗ് കേരളങ്ങളിൽ നമുക്ക് ആ വീട് ഉയർന്നു വന്ന ദൃശ്യങ്ങൾ, കാഴ്ചകൾ, അതിൻ്റെ പാലുകാച്ചടക്കം, താക്കോൽദാനം അടക്കം നമുക്ക് കാണിക്കാം. പ്രേക്ഷകരിലേക്ക് തീർച്ചയായും അത് കാണിക്കാം എന്നതിനുള്ള ശുഭപ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴുള്ളത്. തീർച്ചയായിട്ടും വിനിഷ, നമുക്ക് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക്, അതായത് വീട് പണി പൂർത്തിയാക്കി അതിൻ്റെ ദൃശ്യങ്ങൾ, അതിൻ്റെ പാലുകാച്ചൽ ചടങ്ങടക്കം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം നമുക്കുണ്ട്. കാരണം ഈ CPMൻ്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി തന്നെ ഇപ്പോൾ 100 കണക്കിന് വീടുകൾ ഇപ്പോൾ പണിതു കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ധാരാളം വിദ്യാർത്ഥികളുടെ പഠനം അതിനുവേണ്ടിയുള്ള സഹായം, കഴിഞ്ഞ ഇടയ്ക്കാണ് ഒരു LLB നിയമ വിദ്യാർത്ഥിക്ക് പഠന സഹായത്തിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും CPMൻ്റെ ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തി കൊടുത്തത്. അങ്ങനെ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ, പ്രധാനമായും വിദ്യാർത്ഥികളെ, പഠിക്കുന്ന വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം CPMൻ്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി എല്ലാ കാലഘട്ടത്തിലും ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് ഇപ്പോൾ ദേവപ്രിയയുടെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത്. ദേവപ്രിയയുടെ വീടും എത്രയും പെട്ടെന്ന് തന്നെ പണി പൂർത്തീകരിച്ച് അതിൻ്റെ പാലുകാച്ചൽ, അതിൻ്റെ ഹൗസ് വാമിംഗ് ചടങ്ങുകൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് നമുക്കും ആത്മവിശ്വാസമുള്ളത്. വിനീഷ, താങ്ക് യു ജോസിൽ.